ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, പലപ്പോഴും അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ CPM തയ്യാറാകാതിരുന്ന ഒരു മണ്ഡലം, സ്വതന്ത്രരെ പരീക്ഷിക്കുന്ന ഒരു മണ്ഡലം, ഇത്തവണ ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി CPM തയ്യാറെടുക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ഒരുപക്ഷെ ഒരു സർപ്രൈസ് ഉണ്ട് അതിൽ. തുടക്കത്തിൽ സ്വരാജിന്റെ പേര് ഉയർന്നു വന്നു, പക്ഷെ അദ്ദേഹം മത്സരരംഗത്ത് വരാൻ സന്നദ്ധത അറിയിക്കുന്നില്ല. അവിടുത്തെ പ്രചാരണത്തിന്റെ നീക്കങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിച്ച് മണ്ഡലത്തിൽ തുടരുക എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹം. അതിൽ നിന്ന് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി മാറുന്നു. CPM പ്രതീക്ഷിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണ് നിലമ്പൂരിൽ സ്വരാജിനെ പോലെ ഒരു കടുത്ത പോരാളിയെ കളത്തിലിറക്കുമ്പോൾ? വിജയകുമാർ, പിണറായിസത്തിനെതിരായ പോരാട്ടമാണെന്നാണ് നേരത്തെ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ PV അൻവർ പറഞ്ഞിരുന്നത്. 9 വർഷം ഇടതു സഹയാത്രികനായിരുന്ന PV അൻവർ UDF-ന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഒക്കെ കടുത്ത വിമർശകനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളിലൊക്കെ പ്രതിരോധിച്ച് നിന്നിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ വലിയ വിമർശനവുമായി അദ്ദേഹം മുന്നണി വിടുകയും ചെയ്തപ്പോൾ ഈ മണ്ഡലം നിലനിർത്തുക എന്നത് CPIM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമായി മാറുകയായിരുന്നു പല സ്വതന്ത്രരിലും. കാരണം 1965-67 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയം കണ്ടിട്ടില്ല. പല CPIM നേതാക്കളും പാർട്ടി ചിഹ്നത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അത് CP അബൂബക്കർ, പിന്നീട് കുഞ്ഞാലിയുടെ മരണശേഷം CP അബൂബക്കറിനെ 70-ൽ മത്സരിപ്പിക്കുന്നു. മറ്റു നിരവധി നേതാക്കൾ 2006-ൽ P ശ്രീരാമകൃഷ്ണൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. സൈതാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ ഈ മണ്ഡലത്തിൽ മത്സരിച്ചു. അവരൊക്കെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. 82-ൽ മലപ്പുറം DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ നിർത്തി ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ സ്വതന്ത്രരെ നിർത്തിയുള്ള പരീക്ഷണം പിന്നീട് 2016-ലും 2021-ലും PV അൻവറിലൂടെ CPIM ആവർത്തിക്കുന്നു. അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ 67-നു ശേഷം വിജയിക്കാൻ CPIM-ന് കഴിഞ്ഞിട്ടില്ല എന്ന ദുഷ്പേര് ഇത്തവണ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അവർക്ക് ആ മണ്ഡലത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണിപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. നിലമ്പൂർ സ്വദേശി കൂടിയായ, നിലമ്പൂർ പോത്തുകൽ സ്വദേശിയായ M സ്വരാജിനെ അവിടെ CPIM സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതോടുകൂടി വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് മണ്ഡലം മാറുകയാണ്. കോൺഗ്രസിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും LDF സ്ഥാനാർത്ഥിയായി M സ്വരാജും മത്സരിക്കുമ്പോൾ മണ്ഡലത്തിൽ തീപാറും മത്സരമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. PV അൻവർ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഈ M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി UDF-ന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് ഒരുപക്ഷെ വീണ്ടുവിചാരം ഉണ്ടായേക്കാം. PV അൻവറിനും ആ നിലയിൽ ചില വീണ്ടുവിചാരം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഏതായാലും UDF-ൽ ചില നീക്കങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. CPIM അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ, M സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇപ്പോൾ മണ്ഡലത്തിൽ തുടക്കമിട്ടിരിക്കുകയാണ്. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.